ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം അവസാന അധ്യായമാണ് നമ്മളിന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. ഈ 4-ാം അധ്യായത്തിൽ ഒരു ആധ്യാത്മിക പ്രവർത്തകൻ്റെ സന്തോഷവും അദ്ദേഹത്തിൻ്റെ കിരീടവും ഏറ്റവും വലിയ ആനന്ദവും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ ആധ്യാത്മികമായ പുരോഗമനമാണ്. അത് ഫിലിപ്പിയ ദേശത്തുള്ള ആളുകളിലൂടെ പൗലോസ്ലീഹായ്ക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതിൽ അദ്ദേഹം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ സഹായിച്ചിട്ടുള്ള 2 മാന്യ വനിതകളുടെ പേര് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. എവോഹോദിയായും സിന്ധിക്കായും. മാത്രമല്ല തൻ്റെ സഹപ്രവർത്തകനായ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ലെമൻറ്റിനെ കുറിച്ചും അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ടത് ഇവരുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ കർത്താവ് സ്ത്രീഹന്മാരെ അയച്ച ഒരു ഭൂതങ്ങളെ പുറത്താക്കിയിട്ട് തിരിച്ചു വന്ന് ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി എന്നൊക്കെ പറഞ്ഞപ്പം കർത്താവ് അവരോട് പറഞ്ഞു, അതിനേക്കാൾ ഉപരി നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ എന്നാണ്. എബ്രായർ 12:23 സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം 3:5 സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ മാമോദീസായിൽ നമ്മൾ പൂർവ്വപിതാക്കന്മാരുടെ പേര് സ്വീകരിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുമ്പോൾ നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നുവെന്ന് സഭ വിശ്വസിക്കുകയാണ്. ആ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്നും മായ്ക്കപ്പെടാതെ വണ്ണം പിന്നീട് ജീവിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെയൊക്കെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ഒരിക്കൽ എഴുതപ്പെട്ടതാണ്. ഇന്ന് അവിടെ നമ്മുടെ പേരുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ ആ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മളായിത്തീരും. പിന്നെ മറ്റൊന്ന് പൗലോസ്ലീഹ ഇവിടെ പറയുന്നു, കർത്താവ് സമീപസ്ഥനായിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. എപ്പോഴും സന്തോഷിക്കുവിൻ. വല്ലപ്പോഴും സന്തോഷിക്കുവാനല്ല പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്. ഇത് നമുക്ക് വല്ലപ്പോഴും ആരോഗ്യവാനായിരിക്കുവാൻ നമുക്ക് താല്പര്യമുള്ളോ അതോ എല്ലായ്പ്പോഴും ആരോഗ്യവാന്മാരായിരിക്കുവാനാണോ താല്പര്യം? നമുക്ക് എല്ലായ്പ്പോഴും ആരോഗ്യവാന്മാരായിരിക്കാനാണ് നമുക്ക് താല്പര്യം. ആയതുപോലെ തന്നെയാണ് വല്ലപ്പോഴും സന്തോഷിക്കുവാനല്ല, എല്ലായ്പ്പോഴും സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് ക്രിസ്തുവിലായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് നമുക്ക് സാധ്യമാണോ എന്ന് ചോദിച്ചേക്കാം. അത് സാധ്യമായതുകൊണ്ടാണ് പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് ഇങ്ങനെ ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിക്കുക എന്നുള്ളത് അസാധ്യമായിരുന്നെങ്കിൽ കർത്താവ് അങ്ങനെയൊരു കാര്യം നമ്മളോട് പറയുമായിരുന്നില്ല. ഇങ്ങനെയൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ പൂർണ്ണതയിലായിട്ടില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറയ്ക്കുകയും ക്രിസ്തുവിൽ നിന്ന് അന്യമായതെല്ലാം ചവറാണെന്ന് എണ്ണുവാൻ തക്കവണ്ണം നമ്മൾ എപ്പോൾ തയ്യാറാകുന്നോ അപ്പോൾ മാത്രമേ നമുക്കെപ്പോഴും സന്തോഷത്തിലായിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ക്രിസ്തുവിൽ നിന്ന് അന്യമായതൊക്കെ നമ്മൾ ചവറാണെന്ന് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഭൂമിയിലുള്ള പലതും നമ്മളെ ഇങ്ങനെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കും. വിശ്വാസികളെന്ന് പറയുന്ന നമ്മൾ പലപ്പോഴും പരാതിക്കാരും പിറുപിറുപ്പുകാരും ആകുന്നതിൻ്റെ കാരണം അതാണ്. ദൈവത്തേക്കാൾ ഉപരി ഭൂമിയിലുള്ളതിനെ നമ്മൾ വലുതായി കാണുന്നത് കൊണ്ടാണ്. നമുക്കറിയാം, പൗലോസ്ലീഹ ഇത് എഴുതുന്നത് എവിടെ കിടന്നുകൊണ്ടാണ്? റോമിലെ കാരാഗൃഹത്തിൽ ഇരുണ്ട ഒരു തടവറയിൽ കിടന്നുകൊണ്ടാണ്
ഈ സന്തോഷത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. അവിടെ അദ്ദേഹത്തിന് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കതിനേക്കാൾ എത്രയോ വലിയ സുഖസൗകര്യങ്ങൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നിട്ടും നമ്മൾക്ക് ക്രിസ്തുവിൽ സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടോ? ലഭിക്കാതെ പോയതിനെക്കുറിച്ചും ആകുല ചിന്തകളൊക്കെ നമ്മളെ അലട്ടിയിട്ട് എപ്പോഴും നിരാശയും ദുഃഖവും പരിഭവവും പരാതിയും മാത്രം നമ്മൾ പറഞ്ഞു നടക്കുന്നവരല്ലേ എന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുക. നമുക്ക് എത്രയോ കാര്യങ്ങളിൽ സന്തോഷിക്കുവാനായിട്ടുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആരോഗ്യത്തോടെ എഴുന്നേറ്റെങ്കിൽ അതെന്തൊരു അത്ഭുതമാണ്. നേരത്തെ പറഞ്ഞതുപോലെ മരണമാകുന്ന ഉറക്കത്തിൽ നിന്ന് ഞാൻ ഉണർന്നെഴുന്നേറ്റതാണ്. അതെനിക്കൊരു വലിയ അനുഭവമാണ്. അതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കണം, മഹത്വപ്പെടുത്താൻ സാധിക്കണം. അപ്പോൾ നമുക്ക് ഒരു വിശ്വാസി എന്ന രീതിയിൽ എല്ലാറ്റിലും സന്തോഷിക്കുവാൻ സാധിക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ ദൈവത്തിലായിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാവേണ്ടതാണ്. മറ്റൊരു കാര്യം 4:6 പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടരുത്. നമ്മൾ കയറേണ്ട മറ്റൊരു വലിയ കൊടുമുടിയാണിത്. ആകുലത വളരെ വേഗത്തിൽ നമ്മിലേക്ക് കടന്നു വരുന്ന ഒന്നാണ്. നമുക്ക് ആവശ്യത്തിനുള്ള പണം നമ്മുടെ കയ്യിലില്ലാതെ വന്നാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ തോക്കുന്ന ഒരു അനുഭവം ഉണ്ടായാൽ, വിചാരിക്കുന്ന സമയത്ത് അവരുടെ വിവാഹമോ മറ്റു കാര്യങ്ങളോ ഒക്കെ നടക്കാതിരിക്കുമ്പോൾ, നമ്മുടെ മനസ്സാഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ഒക്കെ നമ്മൾ വളരെയേറെ ആകുല ചിന്തയിലേക്ക് നമ്മൾ വീണു പോകുന്നുണ്ട്. ഇങ്ങനെ ഈ ഭൂമിയിലെ നിരവധി കാര്യങ്ങൾ നമ്മളെ ആകുല ചിന്തയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു പർവ്വതം നമുക്ക് കീഴടക്കാൻ എങ്ങനെയാണ് സാധിക്കുക? നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈ വലിയ പർവ്വതത്തെ നമുക്ക് കീഴടക്കാൻ സാധിക്കുകയുള്ളൂ. ഏത് സമയത്തെ ഏത് ആകുല ചിന്ത വന്നാലും അതുമായി കർത്താവിൻ്റെ അടുത്തേക്ക് പോകുവാൻ നമുക്ക് സാധിക്കും. അവന് ദൈവത്തിൽ അത് പൂർണ്ണമായി സമർപ്പിച്ചു കഴിയുമ്പോൾ അതിനെ നമ്മൾ കീഴടക്കി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവത്തിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവകരങ്ങളിൽ നമ്മൾ പൂർണ്ണമായി ഒരു വലിയ സുരക്ഷിത അവസ്ഥയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് എപ്പോഴും നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കണം. ആകുല ചിന്തകളിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് വിടുതൽ ആവശ്യമാണ്. വിശുദ്ധ പൗലോസ്ലീഹായുടെ ആത്മധൈര്യം, ആ നൈർമല്യം, സത്യസന്ധത ഒക്കെ ഇവിടെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇത് സഭാഭരണക്കാർക്ക് അല്ലെങ്കിൽ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ആധ്യാത്മിക നേതാക്കന്മാരിൽ ഈ ഒരു ധൈര്യം ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. പൗലോസ് ഇവിടെ പറയുന്നുണ്ട്, എന്നിൽ നിന്ന് നിങ്ങൾ പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതുമായ കാര്യങ്ങൾ ധൈര്യമായി ചെയ്തുകൊള്ളുവീനെന്ന് ആത്മാർത്ഥതയോടെ പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇന്ന് നേതൃത്വം നൽകുന്ന ആർക്കെങ്കിലും അങ്ങനെ ധൈര്യമായി പറയാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ പരീശന്മാരെ പോലെ പഠിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ സ്വന്തം ജീവിതത്തിൽ ഇതൊന്നും പ്രായോഗികമാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ പൗലോസ്ലീഹ നമ്മെ ആഹ്വാനം ചെയ്യുന്നത് ഇതാണ്: എപ്പോഴും സന്തോഷിക്കുക, സകല ആകുല ചിന്തകളും ക്രിസ്തുവിൽ സമർപ്പിക്കുക, ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭൂമിയിലുള്ളതൊക്കെ ചവറെണ്ണുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. പിന്നീട് 15-17 വാക്യങ്ങളിൽ ഫിലിപ്പിയരുടെ പുത്രസഹജമായ ആ കരുതലിനെയും സഹായങ്ങളെയൊക്കെ അദ്ദേഹം നന്ദിപൂർവ്വം അദ്ദേഹം ഇവിടെ സ്മരിക്കുന്നുണ്ട്. അതിലെ 13-ാം വാക്യം നമുക്കത് വലിയ ഇതാണ്. അദ്ദേഹം പറഞ്ഞതാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും അതിജീവിക്കാൻ ഞാൻ പ്രാപ്തനാണ്. ശക്തനാക്കുന്നവൻ മുഖാന്തരം, അത് എല്ലാം ആ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് സകലത്തിലും അതിജീവിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അപ്പോൾ മാത്രമേ നമുക്ക് എല്ലായ്പ്പോഴും സന്തോഷിക്കുവാൻ സാധിക്കുകയുള്ളൂ.
അപ്പോൾ ക്രിസ്തു നമ്മെ ശക്തരാക്കുമ്പോൾ നാം എല്ലായ്പ്പോഴും സന്തോഷിക്കുവാനും ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതിരിക്കാനും പ്രാപ്തരായിരിക്കും. എന്നാൽ സ്വന്തം ശക്തി കൊണ്ട് ഒരിക്കലും നമുക്ക് ഈ വിജയം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. കർത്താവ് നൽകുന്ന ശക്തിയാൽ മാത്രമേ നമുക്കിത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു വാക്യം എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. അപ്പം എല്ലാ ജീവിത പ്രതിസന്ധികളെയും നമുക്കങ്ങനെ മാത്രമേ തരണം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. അപ്പം ഇന്ന് ഞാൻ ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിതമാണെങ്കിൽ എനിക്ക് നാളെയെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് കർത്താവ് പറഞ്ഞതായ ശിശുവിൻ്റെ ഉപമ. ഒരു ശിശു അവൻ്റെ മാതാപിതാക്കളുടെ തോളിലായിരിക്കുമ്പോൾ അവനൊന്നിനെക്കുറിച്ചും ഭയമില്ല. മുന്നിലൂടെ എത്ര ശത്രു വന്നാലും അവൻ്റെ അമ്മയുടെ അപ്പൻ്റെ തോളിൽ അവൻ സുരക്ഷിതനാണ്. അവനറിയാം എൻ്റെ അപ്പൻ ഇതിനെയൊക്കെ അതിജീവിക്കുന്നവനാണ്, അമ്മ അതിജീവിക്കുന്നവളാണ്. എന്നാൽ ആ തോളിൽ നിന്ന് അവൻ ഒറ്റപ്പെട്ടു മാറിക്കഴിയുമ്പോൾ ഭയവും നിരാശയും ദുഃഖവുമൊക്കെ അവനെ ബാധിക്കുകയും അവൻ കരയുകയൊക്കെ ചെയ്യും. എന്തുകൊണ്ടാണ്? ആ സുരക്ഷിത ബോധത്തിൽ നിന്ന് അവൻ അന്യനായി എന്നുള്ളതാണ്. ഇതാണ് പൗലോസിക. ക്രിസ്തുവിൽ ആണെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും നമുക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. എല്ലാ ദിവസവും കർത്താവിൻ്റെ മാറിൽ നമ്മൾ അഭയം പ്രാപിക്കുന്ന ഒരവസ്ഥ. അതാണ് പ്രാർത്ഥനയിലൂടെ, വേദപുസ്തക വായനയിലൂടെ, ധ്യാനത്തിലൂടെയൊക്കെ നമുക്ക് നേടാൻ സാധിക്കേണ്ടത്. അപ്പം നമ്മുടെ സകല ആകുല ചിന്തകളും ക്രിസ്തുവിൽ നമുക്ക് സമർപ്പിച്ച് പൂർണ്ണമായി സമാധാനത്തോടെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഫിലിപ്പർക്ക് എഴുതിയ ഈ ലേഖനം നമുക്കേറെ ധൈര്യവും പ്രത്യാശയും നൽകുന്നതാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തടവറയുടെ അന്ധകാരത്തിൽ ഇരുന്നു കൊണ്ട് പൗലോസ്ലീഹ എഴുതിയ ലേഖനം കോടാനുകോടി ജനങ്ങൾക്ക് അതിനുശേഷം ആശ്വാസവും പ്രത്യാശയും നൽകുവാൻ കാരണമായി തീർന്നു. ദൈവവചനത്തിൻ്റെ പ്രത്യേകത ഇതാണ്. ഒരിക്കൽ എഴുതിയത് ഒരിക്കലും പിന്നെ മാറ്റി എഴുതപ്പെടേണ്ട സാഹചര്യം ദൈവവചനത്തിനുണ്ടായിട്ടില്ല. 1600 വർഷങ്ങൾക്കുള്ളിൽ എഴുതപ്പെട്ട പല പുസ്തകങ്ങൾ ചേർക്കപ്പെട്ടതായ ഈ ദൈവവചനത്തിൻ്റെ ശക്തി അവിടെയാണ്. അത് എത്രയോ കോടാനുകോടി ജനങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയുമായിരിക്കുന്നു. നമുക്കും അതൊരു വലിയ വെളിച്ചമാവട്ടെ. അത് വായിക്കാത്ത, ധ്യാനിക്കാത്ത, പ്രാർത്ഥിക്കാത്ത ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അങ്ങനെ വീണ്ടും മുന്നോട്ട് വായിക്കുവാനും ധ്യാനിക്കുവാനും പരിശുദ്ധാത്മാവിൽ നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയായിത്തീരട്ടെ.